ഹായ് ഗൈസ്, ഞാനിപ്പോൾ കുറച്ചാളായിട്ട് വീഡിയോ ഒന്നും ചെയ്യണില്ല. ചെയ്യാത്ത കാര്യം വേറൊന്നുമില്ല. ഷാഡോ ബാൻഡ് പിന്നെ ആരൊക്കെ വീഡിയോ റിപ്പോർട്ട് അടിച്ച്. അപ്പോൾ അപ്പോൾ അതിന് എങ്ങനെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയാണ് കുറച്ച് ലാഗായത് ഞാനിങ്ങനെ വീഡിയോസൊക്കെ ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ കൺഫേം ആയി ഷാഡോ ബാൻഡ് വീണിട്ടുണ്ട്. പിന്നെ ആരൊക്കെ റിപ്പോർട്ടെല്ലാം അടിച്ചിട്ടുണ്ട്. എൻ്റെ അക്കൗണ്ട് റീച്ച് നല്ല രീതിയിൽ കുറഞ്ഞു. അപ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു സ്റ്റോറി വ്യൂസ് ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് അതിൻ്റെ 1% മാറുകയും ചെയ്ത് വീഡിയോസിനൊന്നും വ്യൂസും ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോസ് ചെയ്യാത്തത്. ഞാനൊരു സ്റ്റോറിയിൽ എനിക്ക് ഇടണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോസ് ഇനി ചെയ്യും. ആ വീഡിയോ ചെയ്യണം താല്പര്യമുള്ളവർ ഈ ഒരു സ്റ്റോറിക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. ഞാൻ ഇനി വീഡിയോ ചെയ്യണം എന്ന് താല്പര്യമുള്ളവർ സ്റ്റോറിക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. കാരണം അറിയാൻ വേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട്. അവർക്കെല്ലാം താങ്ക്സ്. കാര്യം ഒരുപാട് നന്ദിയുണ്ട്. കാര്യം എന്നെ റെഗുലറായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ എനിക്കറിയാം. അവൻ ചിരിക്കണം ക്യാമറ എടുക്കുന്നാലും കുഴപ്പമില്ല. നല്ല വിഷമമുണ്ട് അവനും, എന്നിട്ട് അവൻ ചിരിക്കണം. നമ്മളിപ്പോൾ വീഡിയോസ് എടുക്കുന്നില്ല, ഇതിന് തിരക്കുമാണ്. കാരണം ഇതിപ്പം നമുക്ക് ഇവന്റ് മാനേജ്മെന്റ് ഉണ്ട്. ഇവന്റ് മാനേജ്മെന്റ് മിറാക്കിൾ എന്നാണ് പേര്. അപ്പോൾ നല്ല വർക്കാണ്. സീസൺ സമയമാണ്, നല്ല വർക്കും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടുന്നില്ല. അതൊരു കാരണമാണ്. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു മാർക്കറ്റിൽ കൂടെ തിരിച്ചു വരും. സിനിമയാണ് ലക്ഷ്യം, അറിയാലല്ലോ സിനിമ. ഇപ്പം ഞാൻ വീഡിയോസ് എടുക്കാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 9 വർഷമായി. ഇപ്പോൾ ടിക്ടോക്കിലൊക്കെ അത്യാവശ്യം 2 അക്കൗണ്ട് ഉണ്ടായിരുന്നു. 200K ഫോളോവേഴ്സ് ഉള്ള ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. 55K ഫോളോവേഴ്സ് ഉള്ള ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ അത് രണ്ടും പോയി. അറിയാം, ടിക്ടോക്ക് ബാനായി. പിന്നെ കുറേ നാൾ ലാഗിന് ശേഷം പിന്നെ മോഡലിങ്, പിന്നെ സീരിയലിൽ ക്യാരക്ടർ റോൾ ചെയ്തു. പിന്നെ 2-3 ആൽബംസ് ചെയ്ത്, 2 ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്ത്, ഒരു ഷോർട്ട് ഫിലിമിൽ മെയിൻ ക്യാരക്ടറായിട്ട് അഭിനയിച്ച് പിന്നെ വീണ്ടും കണ്ടന്റ് ക്രിയേഷനിലോട്ട് വന്നു. അപ്പം അങ്ങനെ നല്ലൊരു ജേണി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറേ ആൾക്കാർ പുറത്തിറങ്ങുമ്പോൾ അറിയാമെന്നൊക്കെ പറയുമ്പോൾ ആ ചേട്ടനെല്ലാം ചോദിക്കുമ്പോൾ സന്തോഷമുണ്ടായിരുന്നു. പക്ഷേ തീർന്നു. ഇനിയിപ്പം യൂട്യൂബിൽ ഇനി അറിയാന്നുള്ള ആരെങ്കിലും എന്നെ റിപ്പോർട്ട് അടിച്ച് നീ വളരണ്ട, നീ ഇനി മുകളിൽ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ആരും ഒന്നും ചെയ്യാതിരിക്കുക. ഞാൻ കഷ്ടപ്പെട്ടൊക്കെ തന്നെ വീഡിയോ എടുക്കണം. കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളിലൊക്കെ ഓവർകം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോ വീഡിയോ നമ്മൾ എടുക്കുന്നത്. അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബേബി ഇത് ആരും റിപ്പോർട്ട് അടിക്കുകയായിരിക്കുക. റിപ്പോർട്ട് അടിക്കാൻ മാത്രം നിങ്ങളുള്ള വീഡിയോസ് ഞാൻ ചെയ്യാറില്ല. പിന്നെ മാക്സിമം ഇനിയിപ്പോൾ അതോ വീഡിയോ ഉണ്ടായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ഗൈസ്. ബൈ.